ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിലും അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടും ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ തലേ ദിവസം അരിയും ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തിട്ടാണ് ദോശ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് മറന്നു പോയാൽ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദോശ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് ചോറ്, നമ്മൾ കഴിക്കാനെടുക്കുന്ന ചോറുണ്ടല്ലോ, വേവിച്ചിട്ടുള്ള ചോറ് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ്. നൈസായിട്ട് പൊടിച്ച് വറുത്തിട്ടുള്ള അരിപ്പൊടിയില്ലേ നമ്മൾ ഇടിയപ്പത്തിനും അപ്പത്തിനൊക്കെ എടുക്കുന്നത്, അതിട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ തൈരും 1/4 ടീസ്പൂൺ ഉപ്പുമാണ്. അതിനുശേഷം അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിലേക്ക് വെള്ളം പാകത്തിനായിട്ടില്ല, അത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഒന്നിച്ച് വെള്ളം ആഡ് ചെയ്യുമ്പോൾ അത് കൂടാതിരിക്കാനാണ് നമ്മൾ പകുതി ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അത് വെള്ളം അതിലേക്ക് ആവാത്തതുകൊണ്ട് 1/2 കപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം, അതിങ്ങനെ കട്ട പിടിച്ച് കിടക്കാതിരിക്കാനാണ് സ്പൂൺ വെച്ചിട്ട് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. അങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചോറെല്ലാം നന്നായിട്ട് അരഞ്ഞ് വരണം. നല്ല സ്മൂത്തായിട്ടുള്ള ബാറ്ററായിട്ട് വേണം നമുക്കിത് കിട്ടാനായിട്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല സ്മൂത്തായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ് വേണം നമ്മുടെ ഈ ഒരു ബാറ്ററിനെ. ഇനിയിപ്പോൾ നമ്മൾ അരച്ചെടുത്തപ്പോൾ ബാറ്റർ ഭയങ്കരമായിട്ട് ലൂസായി പോയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, അല്പം അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്, നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ അതിലേക്ക് 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് കുറവ് 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും. ബേക്കിംഗ് സോഡ ഒരു സ്ഥലത്തും കട്ട പിടിച്ച് കിടക്കാത്ത വിധത്തിൽ നന്നായിട്ട് നമ്മൾ യോജിപ്പിച്ച് കൊടുക്കണം. അങ്ങനെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിനി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ദോശ ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് സ്ഥിരം ഉണ്ടാക്കാനല്ല, നമ്മൾ വല്ലപ്പോഴും ബ്രേക്ക്ഫാസ്റ്റിന് ഒന്നുമില്ല പെട്ടെന്ന് ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ദോശ റെസിപ്പിയാണ്. ബേക്കിംഗ് സോഡ ചേർത്തുകൊണ്ട് തന്നെ എന്നും ഉണ്ടാക്കി കഴിക്കാനല്ല പറയുന്നത് കേട്ടോ, വല്ലപ്പോഴൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ നന്നായിട്ട് ഒരു തവ ചൂടാക്കിയതിന് ശേഷം ഒരു തവി മാവ് അതിലേക്ക് ഒഴിച്ച് നമ്മൾ സാധാരണ ദോശ ചുടുന്നത് പോലെ, ദോശ പരത്തുന്നത് പോലെ പരത്തി നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തീ വെച്ച് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ അരിയും ഉഴുന്നൊക്കെ അരച്ചിട്ട് ഉണ്ടാക്കുന്ന ദോശയുടെ അതേ ഒരു ടെക്സ്ചർ തന്നെയാണ് ഈ ഒരു ദോശയ്ക്കും ഉള്ളത്. ഇനി ഇത് നന്നായി ക്രിസ്പി ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അല്പം നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ നെയ്യ് ചേർക്കാതെയാണ് ഈ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് നല്ല സോഫ്റ്റാണ് കേട്ടോ, ഒത്തിരി ഹാർഡൊന്നുമല്ല, നല്ല സോഫ്റ്റാണ്. പിന്നെ ഒത്തിരി നേരം കഴിഞ്ഞാലും അതിങ്ങനെ വിറങ്ങലിച്ച പോലെ ഇരിക്കുന്നൊന്നുമില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുക. എത്ര നേരം കഴിഞ്ഞാലും വളരെ സോഫ്റ്റാണ് ഈ ഒരു ദോശ. ഇത് നമുക്ക് ചമ്മന്തിയുടെ കൂടെയോ ചട്നിയുടെ കൂടെയോ അല്ലെങ്കിൽ ഇറച്ചിക്കറിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അരിയും ഉഴുന്നും അരച്ചിട്ടുള്ള ദോശയുടെ അതേ ടേസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇത് കഴിക്കാനായിട്ട്. കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനാണെങ്കിലും നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. ഇത് എത്ര നേരം ഇരുന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.